നോ എന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, എസ് എന്നും കേട്ടിട്ടുണ്ട് അല്ലേ. എസ് ഓപ്പോസിറ്റ് നോ, നോ ഓപ്പോസിറ്റ് എസ്. ഇത് രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ് ഒരു കാര്യമാണ്. നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ യെസ്, പ്രതികൂലമാണെങ്കിൽ നോ അല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നോ എന്ന വാക്ക്. അപ്പം ഞാൻ ആദ്യമേ കുട്ടികളുടെ കാര്യം പറയാം. കുട്ടികളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലഹരിയുടെ പിടിമുറുക്കം അല്ലേ. അപ്പം മിക്കവരും പറയുന്നത് അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ തന്നു, വീടിന് അടുത്തുള്ള കുറേ ചേട്ടന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ നോക്കെന്ന് പറഞ്ഞ് തന്നു, കൂട്ടുകാർ തന്നു, കടയിൽ നിന്ന് കിട്ടി, അങ്ങനെ, അല്ലെങ്കിൽ ചേട്ടൻ തന്നു, അനിയൻ തന്നു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത്. നിർബന്ധിച്ചിട്ടാണ്, നല്ലതാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോഴാണ് ഞങ്ങളത് ഉപയോഗിച്ച് നോക്കിയത് ആദ്യമായിട്ട്. എന്തിനാണ് നിർബന്ധിക്കുമ്പോൾ ഉപയോഗിക്കാൻ നിൽക്കുന്നത്? കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ തരുന്നത് എന്താണെന്ന് അവർക്കറിയാമല്ലോ സംഭവം, അല്ലെങ്കിൽ അറിയാതായിരിക്കണം. അപ്പോൾ അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവിടെ നോ എന്ന് പറയണം അല്ലേ. നിങ്ങൾക്കൊരു നല്ല ആഹാരം തരുന്നു അമ്മ, നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങളത് കഴിക്കില്ല, അത് വേണ്ടാന്ന് തന്നെ പറയും ഇല്ലേ. മോനെ ഇത് നല്ലതാടാ, നല്ല ആരോഗ്യം ഉണ്ടാവിടെ ഇത് കഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ നേരം എടുത്തൊക്കെ ആയിരിക്കും ചില ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ടായിരിക്കും തരുന്നത്, മോനെ കഴിക്കണം അല്ലെങ്കിൽ മോളെ കഴിക്കണം. അപ്പം പറയും എനിക്കങ്ങ് ഇത് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിത് വേണ്ടാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദേഷ്യത്തോടെ അല്ലേ ഒക്കെ പറയും, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ ശക്തമായ ഭാഷയിൽ നമ്മൾ അമ്മയോട് പറയും നോ എന്ന്, വേണ്ട എന്നുള്ളത്. ഇതുപോലെ അത് നമ്മുടെ അമ്മയോടായിട്ട് നമ്മളത് പറയുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മറ്റാരോ ആയിട്ടുള്ള അല്ലേ, ഞങ്ങളുടെ അയലത്തുകാരോ കൂട്ടുകാരോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആരെങ്കിലും ഒരാൾ നല്ലതെന്ന് പറഞ്ഞിട്ട് സാധനം തരുമ്പോൾ നിങ്ങൾ അത് യെസ് എന്നുള്ള രീതിയിൽ സ്വീകരിക്കുന്ന എന്തിനാണ്? അവിടെ എന്തുകൊണ്ട് നിങ്ങൾ നോ എന്ന് പറയുന്നില്ല? അമ്മയോട് നോ പറയാമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ള ഒരാളോട് നോ പറയാൻ വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നാത്തത്? അപ്പോൾ എന്താണ്, അമ്മയേക്കാൾ വലുതാണോ മറ്റുള്ളവർ? അമ്മ തരുന്ന ആഹാരത്തിനേക്കാട്ടിലും വിലപിടിപ്പുള്ളതാണോ മറ്റുള്ള ആളുകൾ തരുന്ന എന്തെങ്കിലും ഒരു വസ്തു? അമ്മ ആ സ്നേഹത്തോടു കൂടി തരുന്നതിനേക്കാട്ടിലും വിലപിടിപ്പുള്ള സ്നേഹം വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആ നോ എന്നുള്ളതാണ്. പിന്നീട് അത് കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രേമം, സ്നേഹം, അവിടെയും നോ ആവശ്യമാണ്, വളരെയധികം ആവശ്യമാണ്. ഇന്നത്തെ ഇതിൽ എല്ലാവരും ലഹരി എന്നും പറഞ്ഞ് നടക്കണം. എന്താണോ എന്തോ അത് ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റേതായിട്ടുള്ള അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിനെയും ബ്രെയിനെയും നശിപ്പിക്കുന്നു എന്ന് എല്ലാവർക്കും, ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ അവർ വീണ്ടും ഉപയോഗിക്കും. അതാണ് അതിൻ്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത്, ആ വസ്തുവിൻ്റെ അല്ലേ. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ആർക്കും ആരോട് സ്നേഹം തോന്നാം അല്ലേ. സ്നേഹം നിഷേധിച്ചു കഴിഞ്ഞാൽ കൊല്ലുന്ന കാലഘട്ടമാണിത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യം ഞാൻ പറയാണ്. അപ്പം ആൺകുട്ടികൾ ചിലപ്പോൾ അവരുടെ സ്വബോധത്തിലായിരിക്കില്ല പെൺകുട്ടിയോട് സംസാരിക്കുന്നതൊക്കെ. നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി സംസാരിക്കാം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവിടെ വെച്ച് മോശമായ രീതിയിൽ എന്തെങ്കിലും പെൺകുട്ടിയോട് പെരുമാറിയാൽ തീർച്ചയായിട്ടും അവിടെ നോ പറയണം. നിങ്ങൾ അവിടെ നോ പറയണം. അവിടെ നിങ്ങൾ യെസ് എന്ന രീതിയിൽ നിന്ന് കൊടുത്താൽ പിന്നീടും പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യെസ് മൂളേണ്ടി വരും. അത് നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ തകർത്ത് കളയും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച് പുറത്തേക്ക് വിടുക എന്ന് പറയുമ്പോഴത്തേക്കും പഠിക്കാനോ ജോലിക്കോ വേണ്ടി പുറത്തേക്ക് വിടുന്ന, നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്ന അച്ഛൻ, അമ്മ, ചേട്ടനോ അനിയനോ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും, പ്രധാനമായിട്ടും അച്ഛനും അമ്മയും അല്ലേ. ഒരമ്മ ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും. അത് നിങ്ങളൊരമ്മയാകുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തി നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ്
പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിടുന്നത്. പറയണേ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി സിനിമയ്ക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോ പറഞ്ഞാലും പിന്നെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അച്ഛനും അമ്മയും സമ്മതിക്കും, പൊയ്ക്കോ, ഇന്ന ആൾക്കാരുണ്ട്, ആ പോയിട്ട് പോകാമെന്ന് പറയും. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? നിങ്ങളെ അതുപോലെ അവർക്ക് വിശ്വാസമാണ്, നിങ്ങളൊരു തെറ്റും ചെയ്യില്ല എന്നുള്ള വിശ്വാസം, അമിതമായ വിശ്വാസവും ഉണ്ട് അതിനകത്തിൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ യെസ് പറയാം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർക്കുക. നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഓക്കെ, നിനക്ക് ജോലിയുണ്ടോ, വരുമാനമുണ്ടോ? നേരെ എൻ്റെ വീട്ടിൽ വരിക, എൻ്റെ വീട്ടുകാരോട് സംസാരിക്കുക, അവർക്കിഷ്ടമാണെങ്കിൽ ഞാൻ സമ്മതിക്കുക. ഇതായിരിക്കട്ടെ ഓരോ പെൺകുട്ടിക്കും ആൺകുട്ടികളോട് പറയാനുള്ളത്. പിന്നെ സ്കൂളിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എസ് നോ എന്നിപ്പം പറയുന്നില്ല, നീ എന്നോട് പറഞ്ഞു, ഓക്കെ, നീ ഒരു കാര്യം ചെയ്ത് പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് വാ, ഞാൻ വേറെ ആർക്കും എസ് പറയില്ല. ഒറ്റ മനുഷ്യരോടും പറയുകയും ചെയ്യരുത്. അങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അവരോട് ഇത് തന്നെ പറയുക. എത്ര പേര് നിങ്ങളോട് പറയുന്നുണ്ട്, അവരോടല്ല ഇതേ കാര്യം നിങ്ങൾ പറഞ്ഞു നോക്ക്. എനിക്ക് ദേഷ്യമൊന്നുമില്ല. അപ്പോൾ അവർക്കും വിഷമമില്ല, ഈ പറയുന്ന ആൾക്കും വിഷമം തോന്നത്തില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എസ് എന്നല്ല പറയുന്നത്, ഇതിനുള്ള സമയം ഇതല്ല, നിങ്ങൾ വരൂ, വന്ന് എന്താ വീട്ടിലുള്ളവരോട് സംസാരിക്കൂ, അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ജോലിയില്ല, പഠിക്കുകയല്ലേ, പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് വാ എന്ന് ഒരു പോസിറ്റീവ് എനർജിയോട് നിങ്ങൾ സംസാരിക്കുക. അല്ലാതെ അതിന് മുമ്പുള്ള ഒരു കാര്യത്തിനും എനിക്ക് താല്പര്യമില്ല, എനിക്ക് പഠിക്കണം, എൻ്റെ മുന്നിലൊരു ലക്ഷ്യമുണ്ട്, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും കഴിഞ്ഞാലുണ്ടല്ലോ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. ഒരാൾ നമ്മളോട് ഇഷ്ടം എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും കാരണത്താൽ നമ്മളോട് ഇഷ്ടം തോന്നിയിട്ടാണ് നമ്മളോട് വന്നത് പറയുന്നത്. അപ്പം എടുത്തടിക്കുന്ന പോലെ നോ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലെ പല കാഴ്ചപ്പാടുകളും പെട്ടെന്ന് ഇല്ലാണ്ടാകും. അപ്പം തനിക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടാനുള്ള ക്വാളിറ്റി ഇല്ലാത്തവനാണോ എന്നൊക്കെയുള്ള ചിന്താഗതി പെട്ടെന്ന് പോകും. ഒന്നാമത് ഈ ലഹരി വല്ലതും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ ചിന്താഗതി അങ്ങനെയൊക്കെ പോകത്തുള്ളൂ. ഞാൻ കൊള്ളാത്തവനാണോ, ഇവർക്ക് എന്നോട് ഇത്ര പറയാൻ ധൈര്യമുണ്ടോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് ബുദ്ധിമുട്ടാകും. പിന്നെ നമ്മളിത് കാര്യം പറയുക, ഇങ്ങനെയൊക്കെയാണ് വീട്ടുകാരുടെ ഇതാണ്, അതിലൊന്നുമില്ല, നമ്മൾ സൗമ്യമായ രീതിയിൽ സംസാരിക്കുക അല്ലേ. ചില ആൾക്കാരോട് നമ്മൾ എടുത്തടിക്കുന്ന പോലെ സംസാരിക്കാൻ പാടില്ല. സോഫ്റ്റായിട്ട് പറയേണ്ടടുത്ത് സോഫ്റ്റായിട്ട് പറയുക. പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടം നമ്മുടെ വീട്ടിൽ അറിയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളോട് പറയുമ്പോൾ നീ ആരാടാ, ഇങ്ങനാടാ, നിനക്ക് ഇഷ്ടമല്ല, എല്ലാ ദിവസവും ഇഷ്ടമല്ല എന്നല്ല പറയേണ്ടത്. ഇപ്പോൾ അതിനുള്ള സമയമില്ല എന്ന രീതിയിൽ അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടുകാരെ അറിയിക്കാം, വീട്ടുകാർ സംസാരിക്കട്ടെ എന്ന് ചിന്തിക്കാം. കാരണം സ്നേഹമെന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തെ ഭയങ്കരമായിട്ടും ബാധിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വേറെ രീതിയിൽ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ സ്ഥിരമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു ഒരു പെൺകുട്ടിയോട് പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, പക്ഷെ അവനോട് നോ എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ ചെന്നിട്ട് ചിലപ്പോൾ ഇവൻ്റെ കൂട്ടുകാരനായിരിക്കും, എന്നിട്ട് നിന്നെ എനിക്കിഷ്ടമെന്ന് പറയുമ്പോൾ അവൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അവനോട് എസ് പറയും. അപ്പോൾ ആദ്യം പറഞ്ഞവൻ എന്ത് ചെയ്യും, ഈ അറിയാവുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പം അവൾ എന്നെ പറ്റിച്ച് അവൻ്റെ കൂടെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴെന്ത് ചെയ്യും, അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ഈ അവളെ അങ്ങ് കൊന്നേക്കാം, ഇങ്ങനെയൊക്കെയുള്ള നികൃഷ്ടമായ ബുദ്ധികൾ നമ്മുടെ തല ഉദിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് ആരോടായാലും പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക തന്നെ ചെയ്യും.